എല്ലാവർക്കും നമസ്തേ. നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഈ ഇടയ്ക്ക് കുറച്ച് ദിവസം കൊണ്ട് നടക്കുന്നുണ്ട്. അതായത് ഡൽഹിയിൽ സമരത്തിൻ്റെ മറവിൽ അക്രമം നടത്തിയ രാജ്യവിരുദ്ധ ശക്തികൾക്ക് നേരെ പോലീസ് നടത്തിയ നടപടിയിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണം, ആഭ്യന്തരമന്ത്രി മാപ്പ് പറയണം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ വന്ന് അത് വിശദീകരിക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ. അക്രമം നടത്തിയവർക്കെതിരെ നടപടിയല്ല പിന്നെന്താണ് എടുക്കേണ്ടത്? പെല്ലറ്റ് ഉപയോഗിക്കാൻ അമിത്ഷായാണ് ഉത്തരവിട്ടത്, അദ്ദേഹം മാപ്പ് പറയണമെന്നൊക്കെയാണ് പറയുന്നത്. തെമ്മാടിത്തരം കാണിച്ചാൽ പെല്ലറ്റ് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് നമ്മുടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലേ ഇത്തരം അക്രമങ്ങളെ തടയാൻ കഴിയുകയുള്ളൂ. അത് പോലീസുകാരത് നിർവഹിച്ചു. പോലീസുകാർക്ക് അവരും മനുഷ്യരാണ്, അവരുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അവർ രക്ഷപ്പെടാൻ വേണ്ടി അവർ നടപടിയെടുത്തു. നമ്മൾ കണ്ടതാണ്. അതിനകത്തിൽ വിദ്യാർത്ഥികളുടെ സമരം എന്നതിൻ്റെ മറവിൽ അഭിജിത് ദീപ്കയും പിന്നെന്തോ ഒരു സൗരഭ് ദാസ് ഉൾപ്പെടെയുള്ളവർ നടത്തിയത് അക്രമമാണ് നടത്തിയത്, ദേശവിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയത്. നമ്മളെല്ലാം കണ്ടതാണ് അതിനകത്തിൽ പങ്കെടുത്തത് ആരൊക്കെയാണെന്നുള്ള കാര്യം. SFI എന്ന് പറയുന്ന സംഘടന, അവർ നമ്മൾ കാണുന്നതാണ്, രാജ്യത്ത് മൊത്തം നടത്തുന്ന അക്രമമാണ്. അവർ പങ്കെടുത്തു, ഖലിസ്ഥാനികൾ പങ്കെടുത്തു, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ പങ്കെടുത്തു. ഇവരെല്ലാം ദേശവിരുദ്ധത പ്രചരിപ്പിക്കുന്നവരും അതിനായി പ്രവർത്തിക്കുന്നവരുമാണ്. അവരുടെ മറവിൽ പോലീസുകാരുടെ പേരിൽ ഇവർ തന്നെ ഈ സമരത്തിൽ പങ്കെടുത്ത ഇത്തരം ഛിദ്രശക്തികൾ പോലീസുകാരാണ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതിനായി അവർ തന്നെ ഈ സമരക്കാരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. നെയിം പ്ലേറ്റും ഒന്നുമില്ലാതെ പോലീസിൻ്റെ യൂണിഫോമിന് സാമ്യമായിട്ടുള്ള വേഷം ഇട്ടുകൊണ്ട് വന്നിട്ട് സമരക്കാരെ ആക്രമിക്കുന്നത് കണ്ടതാണ്. അത് പോലീസുകാരാണ് ആക്രമിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ ഈ സമരക്കാർ തന്നെ ചെയ്ത കാര്യമാണ്. ഇതിനെല്ലാം എന്തിനാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മാപ്പ് ചോദിക്കേണ്ടത്? ഒരു കാര്യവുമില്ല. ഇത് കൂടുതൽ ആക്ഷനായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. അതെടുക്കാതിരുന്നതിൽ വേണം മാപ്പ് ചോദിക്കുകയാണെങ്കിൽ മാപ്പ് ചോദിക്കേണ്ടത്. ഇവരെ ഈ അക്രമത്തിനെ ശക്തമായി നേരിടാത്തതിൽ, അവരോട് സംയമനം പാലിച്ചതിലാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജ്യത്തോട് മാപ്പ് ചോദിക്കേണ്ടത്. അല്ലാതെ ഈ നടപടിക്ക് പ്രതിഷേധിക്കുന്ന ഈ നമ്മുടെ ഈ രാഹുൽ ഗാന്ധി, അയാളെ ആൾക്കാർ ഈ സ്നേഹപൂർവ്വം പപ്പുമോൻ എന്നൊക്കെ വിളിക്കുന്നത് കളിയാക്കിയാന്ന് ഞാൻ പറയത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതായതുകൊണ്ട് അത് കളിയാക്കിയായിരിക്കത്തില്ല, സ്നേഹപൂർവ്വമായിരിക്കും വിളിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയുള്ള ഈ ശ്രീമാൻ പപ്പുമോനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആരാണ് രാജ്യത്തോട് മാപ്പ് പറയേണ്ടത്? നിങ്ങളുടെ അച്ഛൻ്റെ മുത്തച്ഛനായ നെഹ്റു അല്ലേ ആദ്യം മാപ്പ് പറയേണ്ടത് രാജ്യത്തോട്? അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ വേണ്ടിയല്ലേ ഇന്ത്യയുടെ വിഭജനത്തിന് കൂട്ടുനിന്നത്? അപ്പോൾ രാജ്യത്തെ വെട്ടിമുറിച്ച സംഭവത്തിൽ നെഹ്റു അല്ലേ രാജ്യത്തോട് മാപ്പ് പറയേണ്ടത്? അതിനുശേഷം കശ്മീർ സംഭവം, കശ്മീരിൻ്റെ മൂന്നിലൊന്ന് ഭാഗത്തിൽ കൂടുതൽ പാകിസ്ഥാൻ പിടിച്ചടക്കി. അന്ന് ഇന്ത്യൻ ഏകദേശം പൂർണ്ണമായും പിടിച്ചടക്കിയതാണ്. നമ്മുടെ പട്ടാളം ഇടപെട്ട് തിരിച്ചു പിടിച്ചു. അത് ഏകദേശം മൂന്നിലൊന്ന് ഭാഗം നമ്മളുടെ കയ്യിൽ വന്നപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അത് നടപ്പാക്കി ബാക്കി ഭാഗം പാകിസ്ഥാന് വിട്ടുകൊടുത്ത നെഹ്റു അല്ലേ രാജ്യത്തോട് മാപ്പ് പറയേണ്ടത്?
അത് നെഹ്റുവിൻ്റെ ഉള്ളിലുള്ള പണ്ടുകാലം തൊട്ടേ ഉള്ള ആ ഒരു പാകിസ്ഥാൻ സ്നേഹം കാണിക്കാൻ വേണ്ടിയല്ലേ അയാൾ അന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ അയാളല്ലേ രാജ്യത്തോട് മാപ്പ് പറയേണ്ടത്? അതിനുശേഷം ഇങ്ങോട്ട് ഭരണം വന്നു. അദ്ദേഹത്തിൻ്റെ മകൾ പരമാധികാരിയായി. എന്നുവെച്ചാൽ നെഹ്റു കരുതിയിരുന്നത് താൻ ഈ ഭാരതത്തിൻ്റെ ചക്രവർത്തിയാണെന്നും തൻ്റെ കുടുംബം ഈ രാജ്യം ഭരിക്കാൻ പിറന്ന വംശമാണെന്നുമാണ് നെഹ്റുവിൻ്റെ കുടുംബവും അന്ന് വിശ്വസിച്ചിരുന്നത്. അതിൻ പ്രകാരം കോൺഗ്രസിൽ മറ്റാരെയും വളർത്തിക്കൊണ്ട് വരാതെ അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിക്ക് അധികാരത്തിൽ വരാനുള്ള കോൺഗ്രസിൻ്റെ നിയന്ത്രണവും രാജ്യത്തിൻ്റെ അധികാരത്തിലെത്താനുള്ള എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് നെഹ്റു വിടവാങ്ങിയത്. അതിനുശേഷം വന്ന ഇന്ദിരാഗാന്ധി അവരെന്താണെന്ന് കാണിച്ചത്? അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനങ്ങളെ അടിച്ചമർത്തി. അതിന് ആരാണ് ക്ഷമ പറയേണ്ടത്? അവരല്ലേ ക്ഷമ പറയേണ്ടത്? അവരെ അന്ന് ജനങ്ങൾ എന്തോ ഏതാണ്ട് യക്ഷി എന്ന് പറഞ്ഞ് അഭിസംബോധന വരെ ചെയ്ത അവസരം ഉണ്ടായിട്ടുണ്ട്. അവരെ വിശേഷിപ്പിക്കുന്ന എങ്ങനെയായിരുന്നു? അതിനുശേഷം നമ്മുടെ ആയിരക്കണക്കിന് പട്ടാളക്കാരുടെ ജീവൻ കളഞ്ഞാണ് ബംഗ്ലാദേശിനെ മോചിപ്പിച്ചത്. അതായത് പൂർവ്വ പാകിസ്ഥാനായിരുന്ന ബംഗ്ലാദേശിലെ അതിനെ വേറെ രാജ്യമാക്കി മാറ്റിയത്. അന്ന് 1,00,000-ഓളം പാകിസ്ഥാൻ പട്ടാളക്കാർ നമ്മുടെ സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങിയിരുന്നു. നമ്മൾ പാകിസ്ഥാൻ്റെ നല്ലൊരു ഭാഗം നമ്മുടെ നിയന്ത്രണത്തിലാക്കിയിരുന്നു. നമ്മുടെ പട്ടാളക്കാർ ജീവൻ കളഞ്ഞ് അവർ നേടിയ വിജയം, അതിനെ അപ്രസക്തമാക്കും വിധത്തിൽ ഇന്ദിരാഗാന്ധി കാണിച്ച തെമ്മാടിത്തരമല്ലേ നമ്മൾ പിന്നീട് കാണുന്നത്? നമ്മുടെ നാടിൻ്റെ അവരുടെ കൈവശം വെച്ചുകൊണ്ടിരുന്ന ആ സ്ഥലം, അതായത് കാശ്മീരിൻ്റെ ഇവരുടെ അച്ഛൻ്റെ കാലത്ത് പാകിസ്ഥാൻ്റെ കൈവശം വെക്കാൻ നെഹ്റു അനുവദിച്ച ആ സ്ഥലം തിരിച്ചു തരാതെ നിങ്ങളുടെ പട്ടാളക്കാരെ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പം പിടിച്ചെടുത്തിരിക്കുന്ന പാകിസ്ഥാൻ്റെ ബാക്കി ഭാഗം തിരിച്ചു തരികയില്ല എന്ന് പറയാതെ, ഈ കാശ്മീരിൻ്റെ ഭാഗം തിരിച്ചു പിടിക്കാതെ ഇത് നമ്മുടെ പട്ടാളക്കാരുടെ ജീവത്യാഗത്തിനും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട്, അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട്, അതിനെ വെറും നമ്മുടെ മരിച്ചു വീണ പട്ടാളക്കാരെ വെറും പുഴുക്കളായി കരുതിക്കൊണ്ട് ഇന്ദിരാഗാന്ധി കാണിച്ച ആ നെറികേടല്ലേ, ആ തെമ്മാടിത്തരമല്ലേ രാജ്യത്തോട് കാണിച്ച്? അതിന് അവരല്ലേ മാപ്പ് പറയേണ്ടിയിരുന്നത്? അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾക്കറിയാം, ബോംബെയിൽ ഭീകരാക്രമണം നടത്തി. ബോംബെയിൽ ഭീകരാക്രമണത്തിലൂടെ 186, 187 പേരെ ജീവൻ കളയാനുള്ള അവസരം ഉണ്ടാക്കിയത് സോണിയാഗാന്ധിയും അന്ന് ഭരിച്ചിരുന്ന മൻമോഹൻ സിംഗും ഉൾപ്പെടെയുള്ളവരല്ലേ? ഇത് ഹിന്ദു ഭീകരത എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ഒരുക്കിയ തിരക്കഥയ്ക്കനുസരിച്ച് അതിൻ്റെ അടിസ്ഥാനമാക്കി നടന്ന ഭീകരാക്രമണത്തിൽ ഇത്രയും നാശനഷ്ടം ഉണ്ടായ സംഭവം പോലീസുകാർ ഉൾപ്പെടെ വിദേശികളും ദേശികളും നമ്മുടെ നിയമപാലകരുൾപ്പെടെയുള്ള നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയ കോൺഗ്രസ്, സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ് മരിച്ചുപോയി, ചിദംബരമുണ്ട്, ഇതേപോലെ അന്ന് ഇതിന് കാരണക്കാരായിട്ടുള്ള നേതാക്കളല്ലേ ഈ രാജ്യത്തോട് മാപ്പ് പറയേണ്ടത്? അവരൊന്നും ചെയ്ത പാതകങ്ങൾ, രാജ്യത്തോട് ചെയ്ത ക്രൂരതകൾ നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ടോ? രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന. പിന്നെ ഏറ്റവും വേറൊരു കാര്യം നമുക്കറിയാം, വഖഫ് നിയമം. അന്ന് ഈ വഖഫ് നിയമം കൊണ്ടുവന്ന് എത്രയോ പാവങ്ങളുടെ കണ്ണുനീര് വസ്തുവകകൾ കൈയടക്കി വെച്ച് അവരെ കണ്ണീര് ഒളിപ്പിച്ച് പെരുവഴിയിലാക്കി. എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ആരാണ് മാപ്പ് പറയേണ്ടത്? അതിനൊന്നും മാപ്പ് ആവശ്യപ്പെടാതെ
രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചതിനും സൈനിക ശക്തിയിലായാലും ഏത് രീതിയിൽ സാമ്പത്തിക ശക്തിയിലായാലും രാജ്യത്തെ വളരെയേറെ മുന്നോട്ട് കൊണ്ടുവന്ന് ചൈനയ്ക്കും ഒപ്പം എത്തിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അതിനു മുകളിൽ അമേരിക്കയ്ക്കൊപ്പം എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി മാപ്പ് പറയണം എന്ന് പറയുന്നതിൽ എന്താണ് ന്യായം? അത് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ രാജ്യത്തെ ഇങ്ങനെ നശിപ്പിച്ച തൻ്റെ അമ്മ, മുത്തശ്ശി, അച്ഛൻ്റെ മുത്തശ്ശൻ ഇതുപോലെയുള്ളവരോട് മാപ്പ് ആവശ്യപ്പെടേണ്ടതിന് പകരം, അല്ലെ അവർക്കെല്ലാം വേണ്ടി രാജ്യത്തോട് മാപ്പ് പറയേണ്ടതിന് പകരം, ഇപ്പം ഈ നമ്മുടെ പ്രിയപ്പെട്ട പപ്പു മോനും അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഉണ്ടല്ലോ, പ്രിയങ്ക വാദ്ര, ഈ രണ്ടുപേരും കൂടെ രാജ്യത്തോട് മാപ്പ് പറയട്ടെ. അതല്ലേ ശരിയായിട്ട് വേണ്ടത്. അല്ലാതെ ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നവർ മാപ്പ് പറയണം, രാജ്യത്തെ നശിപ്പിച്ചവരുടെ തെറ്റുകൾ മറക്കണം എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? മാപ്പ് പറയേണ്ടത് ശരിയായിട്ട് രാഹുൽ ഗാന്ധി, ഈ പ്രിയങ്ക വാദ്ര, അവരുടെ കുടുംബങ്ങളും കോൺഗ്രസ് നേതാക്കളുമാണ്, ചിദംബരം ഉൾപ്പെടെയുള്ളവരാണ്. അത് മറന്നതല്ലത്, അതിനെ ന്യായീകരിച്ചു കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മാപ്പ് പറയണം എന്ന് ഈ വിദ്വാൻ പറയുന്നത്. അതിനും അംഗീകരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സില്ല എന്നുള്ള കാര്യം പ്രിയപ്പെട്ട പപ്പുമോനെ നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾക്ക് മനസ്സില്ല നിങ്ങളുടെ ഈ താളത്തിനൊത്ത് തുള്ളാനോ അതനുസരിക്കാനോ. നിങ്ങളാണ് ഈ രാജ്യം, നിങ്ങളുടെ കുടുംബമാണ് ഈ രാജ്യം നശിപ്പിച്ച്, നിങ്ങളുടെ വിചാരം ഈ രാജ്യം ഭരിക്കാൻ പിറന്ന രാജവംശമാണ് നിങ്ങളെന്നാണ് ഇത് ജനാധിപത്യ രാജ്യമാണ്. പപ്പുമോൻ്റെ കുടുംബത്തിൻ്റെ സ്വത്തൊന്നുമല്ല ഈ രാജ്യം. പപ്പുമോൻ്റെ വിചാരം ഇതിൻ്റെ ഈ ഭരണ കസേരയിൽ കയറിയിരുന്ന് ഭരിക്കണം, അതിന് പിറന്നവനാണ് ഞാൻ എന്ന ചിന്ത അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. കാരണം ജനങ്ങളത് അംഗീകരിക്കത്തില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. നിങ്ങളുടെ കുടുംബത്തിന് കുടുംബസ്വത്തല്ല ഈ രാജ്യം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേതാവ് അദ്ദേഹമായിരിക്കും ഈ രാജ്യം ഭരിക്കുന്നത്. അല്ല നിങ്ങളുടെ കൂട്ട് വളഞ്ഞ വഴിയിൽ കൂടെ വന്ന് നിങ്ങൾ ഈ രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ വിദേശത്തോട്ട് മുങ്ങുന്നത് എന്തിനാണ്? പല ചിത്രങ്ങളും കാണുന്നുണ്ട്, സ്ത്രീകളുടെ കൂടി ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം, അത് നിങ്ങൾ നടത്തിക്കോ. പക്ഷേ രാജ്യത്തൊരു പ്രധാന ചർച്ചയും ഇതൊക്കെ വരുമ്പോൾ ഇവിടെ കാണാതെ, ഈ പാർലമെൻറ്റിൽ ഹാജരാകാതെ, ഇങ്ങനെ കറങ്ങി നടന്ന് വിദേശത്ത് ഇങ്ങനെ കറങ്ങി നടന്ന് ഉല്ലസിച്ച്, സ്ത്രീകളോടൊപ്പം ഉല്ലസിച്ച് നടക്കാതെ, തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറാകാത്ത ഒരു പ്രതിപക്ഷ നേതാവ്, നിങ്ങളെ പ്രധാനമന്ത്രിയാക്കിയാൽ നിങ്ങൾ ഇത് തന്നെയായിരിക്കുമല്ലോ ചെയ്യുന്നത്. പാകിസ്ഥാനോ അതുപോലെ ഏതെങ്കിലും ഒരു ശത്രു രാജ്യം നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചാൽ ആ സമയത്ത് നിങ്ങളെ ഇവിടെ കാണുകയില്ലല്ലോ. പ്രധാനമന്ത്രി കസേരയിൽ ഒഴിവായിരിക്കും അന്നേരം മിക്കവാറും നിങ്ങളെ പ്രധാനമന്ത്രി ആയാലും ഭരിക്കുന്നത് ആരായിരിക്കും? നിങ്ങളുടെ അമ്മയായ സോണിയാഗാന്ധി. കാരണം 10 വർഷം മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ ആരാണ് ആ നിയന്ത്രിച്ചിരുന്നത്? ആ മൻമോഹൻ സിംഗ് ഒരു പാവയായിട്ട് അവിടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് സോണിയാഗാന്ധിയല്ലേ ഭരിച്ചത്. അപ്പോൾ ഭരണം നടക്കും, നിങ്ങളുടെ അമ്മ ഭരിക്കും, നിങ്ങൾ ഇങ്ങനെ കറങ്ങി അടിച്ച് പൊളിച്ച് ഇങ്ങനെ ലോകം മൊത്തം കറങ്ങി നടക്കും. അപ്പം പ്രധാനമന്ത്രിയുടെ ഒരു പരിവേഷം കൂടെ കിട്ടും. അതായിരിക്കും നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ ഉദ്ദേശവും. അത് പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിട്ടുള്ളത് കൊണ്ടും തിരിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ടും ആണ് നിങ്ങളെ ആ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അകറ്റി നിർത്തിയിരിക്കുന്നത്. നിങ്ങളെ ഈ പ്രധാനമന്ത്രിയുടെ പദവി ഏൽപ്പിച്ചാൽ രാജ്യം കുട്ടിച്ചോറാക്കും. പഴയതിനെക്കാട്ടിൽ വലിയ അഴിമതിയായിരിക്കും രാജ്യത്ത് നടക്കുന്നത്. രാജ്യത്തിൻ്റെ ഖജനാവ് നിങ്ങൾ നേരത്തെ കൊള്ളയടിച്ചതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ കൊണ്ടുപോകും എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ആയുധരംഗത്തായാലും, നമ്മൾ
നിങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് ആയുധം മേടിച്ചുകൊണ്ടിരുന്ന ആ സ്ഥാനത്ത് നമ്മൾ ശക്തമായ ആയുധങ്ങളുണ്ടാക്കി അങ്ങോട്ട് വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. സാമ്പത്തിക ശക്തിയിലും നമ്മൾ നിങ്ങളുടെ ഭരണത്തിൽ താഴോട്ട് പോയിരുന്ന നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഇപ്പോൾ 4ാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയുടെ സർക്കാർ. അങ്ങനെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി നിങ്ങൾക്കൊരിക്കലും അധികാരം കിട്ടുകയില്ല എന്നായപ്പോഴല്ലേ നിങ്ങൾ പാറ്റകളെ വെച്ചിട്ട് നിങ്ങൾ കളിച്ചത്? എന്നിട്ട് എന്തായി? നിങ്ങളുടെ ഉദ്ദേശം നടന്നില്ല. നിങ്ങൾ വിചാരിച്ചു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ നീണ്ടുപോകും, ഈ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാം, ഈ നാട് നമ്മുടെ സാമ്പത്തിക രംഗം തകർക്കാം, അക്രമം നടത്താൻ, രാജ്യം മൊത്തം വ്യാപിപ്പിക്കാൻ ഈ അക്രമം എന്നുദ്ദേശിച്ച് നിങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോയിട്ട് അത് നടക്കാത്തതിൻ്റെ നിരാശയല്ലേ നിങ്ങൾ പ്രധാനമന്ത്രി അത് അങ്ങനെ ഒരു അവസരം സൃഷ്ടിക്കാൻ, രാജ്യത്ത് അങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ തയ്യാറാകാതിരുന്നതിൻ്റെ പേരിലല്ലേ നിങ്ങളിപ്പോൾ പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും പറയുന്നത് മാപ്പ് ചോദിക്കണം, മാപ്പ് ചോദിക്കണം, മാപ്പ് ചോദിക്കണം എന്ന് പറയുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ ഭരണഘടന എന്നും പറഞ്ഞ ഒരു സാധനം ഇങ്ങനെ ഭരണഘടനയാണെന്ന് പോലും അറിയത്തില്ല പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതിലോട്ട് നിങ്ങൾ ഇന്ത്യയുടെ ഒരു മാപ്പ് എടുത്തുകൊണ്ടങ്ങ് നടക്ക്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കടകളിൽ കിട്ടും മാപ്പ്. ഇന്ത്യയുടെയോ, നിങ്ങൾക്ക് ഇന്ത്യയോട് സ്നേഹമില്ലാത്തതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഏത് രാജ്യമാണെന്ന് വെച്ചാൽ ആ രാജ്യത്തിൻ്റെ പാകിസ്ഥാൻ്റെ വേണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ മാപ്പും നിങ്ങൾ കൈക്കൊണ്ട് നടക്ക്. പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും നിങ്ങൾ മാപ്പ് ചോദിക്കുന്നത് എന്തിനാ? 50 രൂപ കൊടുത്താൽ കടയിൽ കിട്ടുന്നത് ആ മാപ്പ്, അത് മേടിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾ പാകിസ്ഥാൻ്റെ ഒന്നും മാപ്പ് കൊണ്ട് നടക്കാതെ ഇന്ത്യയുടെ ഒരു മാപ്പ് മേടിച്ച് വെച്ചിട്ട് അഖണ്ഡ ഭാരതത്തിൻ്റെ ഒരു മാപ്പ് നിങ്ങൾ മേടിക്കുക. മാപ്പ് മേടിച്ചിട്ട് നിങ്ങളുടെ അച്ഛന് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു, പക്ഷെ അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിക്കാൻ കഴിയില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ല. നിങ്ങളുടെ ഈ മല്ലികാർജുൻ ഖാർഗെ ഇല്ല ബോബ എന്നും പറഞ്ഞ് വലിയ വായിലെ നല്ല മുഴക്കത്തിൽ ശബ്ദിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, നല്ല കേൾക്കാൻ നല്ല ഇമ്പമുള്ള ശബ്ദമാണ്, നല്ല മുഴക്കമുള്ളതാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും ഇന്ത്യ എങ്ങനെയായിരുന്നു. ഈ മാപ്പ് കാണിച്ചിട്ട് ചോദിക്കണം ഇന്ത്യ എങ്ങനെയായിരുന്നു, അന്നത്തെ ഇന്ത്യയുടെ ആ ഒരു അഖണ്ഡ ഭാരതത്തെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു തരും. ആ മാപ്പ് എടുത്ത് വെച്ച് കാണിച്ചിട്ട് നിങ്ങളുടെ അച്ഛൻ ചെയ്ത തെറ്റ്, നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാർ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ചെയ്ത തെറ്റെന്താണെന്നും ബംഗ്ലാദേശിൻ്റെ സൃഷ്ടി ഉണ്ടായ കാര്യവും ഇതൊക്കെ കണ്ട മാപ്പ് വ്യക്തമായിട്ട് പഠിച്ചിട്ട് ആ പണ്ടത്തെ അവസ്ഥയിൽ ഇന്ത്യയെ കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തി നോക്കിയാൽ നിങ്ങൾക്ക് നല്ലതാണ്. മാപ്പ് ആ മാപ്പാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അഖണ്ഡ ഭാരതത്തിൻ്റെ മാപ്പ് ചോദിച്ചിട്ട് പണ്ടത്തെ ഇന്ത്യ എന്തായിരുന്നെന്നും ഇപ്പോഴത്തെ ഇന്ത്യ, അംഗഭംഗം വന്ന ഇന്ത്യ എന്തായിരുന്നു എന്നും നിങ്ങൾ പഠിക്കുക. അതാണ് നിങ്ങൾ ചോദിക്കേണ്ട മാപ്പ്. ഇത്രമാത്രം നിങ്ങൾ ചിന്തിച്ചതനുസരിച്ച് നിങ്ങൾ മാറാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജനങ്ങൾ കൂടുതൽ അംഗീകാരം തന്നെന്നിരിക്കും. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇത് വളരാൻ നിങ്ങൾ സഹായിക്കുക. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക.